പാൽനിലാവിന്റെ വശ്യത കൊണ്ടും വൃദ്ധിക്ഷയങ്ങളുടെ മാസ്മരികത കൊണ്ടും മനുഷ്യനെ എന്നും ഏറെ ആകർഷിച്ചിട്ടുള്ള ഗോളമാണ് ചന്ദ്രൻ. ഇച്ഛാശക്തിയുള്ള മനുഷ്യൻ ആ ചന്ദ്രനെ കീഴടക്കി. ഒരിക്കലല്ല, 6 തവണ. 1969 ജൂലൈ 20 ഇന്ത്യൻ തീയതി 21 അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയായിരുന്ന നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തി. തുടർന്ന് വീണ്ടും 5 യാത്രകൾ. ഈ യാത്രകളുടെ ഒരു ഏകദേശ ചിത്രം നമുക്ക് ഈ വീഡിയോയിൽ ദർശിക്കാം. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അപ്പോളോ 11 മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ചത്. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, മൈക്കൽ കോളിൻസ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ ഇവരായിരുന്നു അപ്പോളോ 11 യാത്രികർ. ലിഫ്റ്റ് വഴി അവർ അപ്പോളോ 11 കയറുന്ന ദൃശ്യമാണ് നാം ഇപ്പോൾ കാണുന്നത്. 110 മീറ്റർ ഉയരമുള്ള അതിശക്തമായ സാറ്റേൺ 5 റോക്കറ്റാണ് അപ്പോളോ 11 വിക്ഷേപിക്കാൻ ഉപയോഗപ്പെടുത്തിയത്. 1969 ജൂലൈ മാസം 16 ഇന്ത്യൻ സമയം രാത്രി 7:02 അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും 3200 ടൺ ഭാരവും വഹിച്ചുകൊണ്ട് അപ്പോളോ 11 കുതിച്ചുയർന്നു. ഒരു വൻ ജനാവലി ഈ യാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ചു. നാസയുടെ മിഷൻ കൺട്രോൾ സെന്ററിൽ ഇരുന്നുകൊണ്ട് 100 കണക്കിന് ശാസ്ത്രജ്ഞന്മാർ ഈ യാത്രയെ നിയന്ത്രിച്ചു. ഘട്ടം ഘട്ടമായി ഉയർത്തപ്പെട്ട അപ്പോളോ 11 ഗതിവേഗം ഇപ്പോൾ മണിക്കൂറിൽ 40,000 കിലോമീറ്ററാണ്. ചന്ദ്രന്റെ ആകർഷണ പരിധിയിലെത്തിയപ്പോൾ റിട്രോ റോക്കറ്റുകൾ കത്തിച്ചുകൊണ്ട് വാഹനത്തിന്റെ വേഗത ഗണ്യമായി കുറച്ചു. ലൂണാർ മൊഡ്യൂൾ, കമാൻഡ് മൊഡ്യൂൾ എന്നീ ഭാഗങ്ങൾ ചേർന്നതാണ് അപ്പോളോ വാഹനം. ലൂണാർ മൊഡ്യൂൾ ചാന്ദ്രവാഹനമാണ്. യാത്രക്കാർക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരാനുള്ള പ്രധാന വാഹനമാണ് കമാൻഡ് മൊഡ്യൂൾ. ചന്ദ്രന്റെ 1067 കിലോമീറ്റർ അടുത്തെത്തിയപ്പോൾ ആംസ്ട്രോങ്ങും ആൽഡ്രിനും ഈഗിൾ എന്ന് പേരിട്ട ലൂണാർ മൊഡ്യൂളിലേക്ക് മാറിക്കയറി. ലൂണാർ മൊഡ്യൂൾ അവരെയും വഹിച്ചുകൊണ്ട് ചന്ദ്രനിലേക്ക് പറന്നു. അപ്പോളോ 11 യാത്രികർക്ക് കാണാൻ സാധിച്ച ചന്ദ്രന്റെയും ഭൂമിയുടെയും ഒന്നിച്ചുള്ള ദൃശ്യമാണിത്. അകലെ ചന്ദ്രക്കല പോലെ കാണുന്നത് ഭൂമിയാണ്. ചിറകുവിടർത്തിയ ഒരു കഴുകനെ പോലെ ഈഗിൾ ചന്ദ്രനെ സമീപിക്കുകയാണ്. യാത്രികർ ചന്ദ്രന്റെ സമീപം എത്തിക്കഴിഞ്ഞു. ചന്ദ്രോപരിതലം മുഴുവൻ പൊടി മൂടിക്കിടക്കുകയാണ്. റിഗോലിത്ത് എന്നാണ് ഈ പൊടിയുടെ പേര്. ചന്ദ്രോപരിതലത്തിലെ ഒരു ഗർത്തമാണിത്. ചെറുതും വലുതുമായ ഇത്തരം നിരവധി ഗർത്തങ്ങൾ ചന്ദ്രനിലുണ്ട്. ബഹിരാകാശത്തു നിന്നും ഉൽക്ക വീണുണ്ടായവയാണിവ. ഒട്ടേറെ പർവ്വതങ്ങളുമുണ്ട് ചന്ദ്രനിൽ. ലൂണാർ മൊഡ്യൂൾ ചന്ദ്രനെ സ്പർശിക്കുന്ന അനർഘ നിമിഷവും കാത്ത് കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുകയാണ് നാസയിലെ ശാസ്ത്രജ്ഞന്മാർ. ആ ചരിത്ര മുഹൂർത്തം എത്തിക്കഴിഞ്ഞു. മനുഷ്യന് ഒരു കാൽവെപ്പ്, മാനവരാശിക്ക് ഒരു കുതിച്ചുചാട്ടം. ആംസ്ട്രോങ്ങിന്റെ വാക്കുകൾ അനശ്വരങ്ങളായി. ഈ അത്ഭുതരംഗം നാസയുടെ മിഷൻ കൺട്രോൾ സെന്ററിൽ സജ്ജീകരിച്ച ടെലിവിഷൻ സ്ക്രീനിലും ലഭ്യമായി. ലൂണാർ മൊഡ്യൂളിൽ ബന്ധിച്ച ഒരു കയറിൽ പിടിച്ചുകൊണ്ട് വാഹനത്തിന്റെ നിഴലിലൂടെ ആംസ്ട്രോങ് പതുക്കെ പതുക്കെ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. ഒരു അന്യഗോളത്തിലൂടെ ആദ്യമായി നടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആംസ്ട്രോങ് ഇപ്പോൾ ചന്ദ്രനിൽ നിന്നും മണ്ണ് ശേഖരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ നോക്കൂ. സ്പേസ് സ്യൂട്ട് എന്നാണ് അതറിയപ്പെടുന്നത്. ചന്ദ്രനിലെ അത്യധികമായ ഊഷ്മാവിനെയും റേഡിയോ രശ്മികൾ മൂലം ഉണ്ടാകാവുന്ന അപകടത്തെയും പ്രതിരോധിക്കാനുള്ള സംവിധാനമാണിത്. ഭൂമിയുമായി ബന്ധപ്പെടാനുള്ള വാർത്താവിനിമയ ഉപകരണങ്ങളും സ്പേസ് സ്യൂട്ടിന്റെ ഹെൽമറ്റിലുണ്ട്. ചന്ദ്രനിൽ വായുവില്ലാത്തതിനാൽ ശ്വസിക്കാൻ വേണ്ട ഓക്സിജൻ ഭൂമിയിൽ നിന്നും കൊണ്ടുപോയിട്ട് വേണം. ആംസ്ട്രോങ്ങിന്റെ മുതുകിൽ കാണുന്ന ഭാണ്ഡം ഓക്സിജൻ സിലിണ്ടറാണ്. ഇതിന്റെ ഭാരം കാരണം കുനിഞ്ഞു നിന്നാൽ വീഴാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ടാണ് നിവർന്നു നിന്ന് പ്രയാസപ്പെട്ട് മണ്ണ് ശേഖരിക്കുന്നത്. ഈ സമയമത്രയും ലൂണാർ മൊഡ്യൂളിന്റെ ഉള്ളിൽ തന്നെ കഴിയുകയായിരുന്നു ആൽഡ്രിൻ. ഇപ്പോൾ അദ്ദേഹത്തിനും പുറത്തിറങ്ങാനുള്ള സമയമായി. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ്, അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ എന്നിവർ ഒപ്പിട്ട സമാധാനത്തിന്റെ സന്ദേശമടങ്ങിയ ഫലകം അവർ ചന്ദ്രനിൽ സ്ഥാപിച്ചു. ചന്ദ്രനിൽ അമേരിക്കൻ പതാക സ്ഥാപിച്ചു. അതിനെ സല്യൂട്ട് ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ആംസ്ട്രോങ്ങിന്റെയും ആൽഡ്രിന്റെയും ചന്ദ്രനിലെ പ്രകടനങ്ങൾ പ്രത്യേകം സജ്ജമാക്കിയ ഒരു ടെലിവിഷൻ സ്ക്രീനിൽ കണ്ടുകൊണ്ട് അവരോട് ടെലിഫോണിൽ സംസാരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ദൂരത്തേക്കുള്ള ഫോൺ വിളിയാണിത്. 2 മണിക്കൂർ സമയം ചന്ദ്രനിൽ ചെലവഴിച്ച ശേഷം ആംസ്ട്രോങ്ങും ആൽഡ്രിനും ലൂണാർ മൊഡ്യൂളിൽ തിരിച്ചു കയറി. ലൂണാർ മൊഡ്യൂൾ അവരെയും കൊണ്ട് കമാൻഡ് മൊഡ്യൂളിനെ ലക്ഷ്യമാക്കി പറന്നു. ലൂണാർ മൊഡ്യൂൾ കമാൻഡ് മൊഡ്യൂളുമായി സന്ധിച്ചു. ആംസ്ട്രോങ്ങും ആൽഡ്രിനും കമാൻഡ് മൊഡ്യൂളിലേക്ക് മാറിക്കയറി.